പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ ഇതാണ് നമ്മളെ ലൈഫ്. അന്നവിടൊരു വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ. കതിർ നമ്മൾ ചെയ്യുന്ന ഞാൻ ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ ആരെയും അറിയിക്കാറില്ല. ഇപ്പോ സന്ദീപ് എന്നോട് പറഞ്ഞപ്പോഴും ഞാൻ ബാക്കിലേക്ക് നിൽക്കാൻ കാരണം, പക്ഷെ പിന്നെ കുറെ ആളുകളോട് പറയുന്നുണ്ട്, അതായത് കുറച്ചൊക്കെ നമ്മൾ അറിയിക്കണം, അപ്പോഴേ നമ്മൾ മറ്റുള്ളവർക്കൊരു പ്രചോദനമാവുള്ളൂ. നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ. സിനിമയിൽ നല്ല നല്ല കൂട്ടുകാരുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. കളമില്ലാർന്നേ, പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കാരനായ മണികണ്ഠൻ എങ്ങനെയാണ് ഡെൽറ്റ മണിയായത്? എന്താണ് ആ കഥ? അത് വലിയ കഥ. അതായത് ചെറുപ്പത്തിലേ, വളരെ ചെറുപ്പത്തിലാണ് ബാംഗ്ലൂർക്ക് പോണത്. ഒരുപാട് ചെറുപ്പം. അന്ന് 6ാം ക്ലാസ് വരെ പഠനവും 6ാം ക്ലാസ്സിൽ നിന്ന് അങ്ങോട്ട് പഠിച്ചിട്ടില്ല. പഠിക്കാൻ പറ്റിയൊരവസ്ഥ ഇതുണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ വീട്ടിലൊക്കെ, ഒരു പ്രാരാബ്ധ പ്രശ്നങ്ങൾ തന്നെ. അന്നത്തെ കാലത്തെ കുറേ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെയാണ് നാട് വിട്ടു പോകുന്നത്. അങ്ങനെ ബാംഗ്ലൂർ പോയി. എത്ര വയസ്സിലായി? 12 വയസ്സ്. 6ാം ക്ലാസ്സാണ്, 6 വരെ പഠിച്ചിട്ടുള്ളൂ. അവിടുന്ന് അങ്ങനെ ബാംഗ്ലൂർ പോണു. ബാംഗ്ലൂരിൽ നിന്ന് ഓരോ ജോലിയായിട്ട് പോണു. പിന്നെ നമ്മൾ തുടങ്ങുന്ന സ്ഥാപനങ്ങളിലെ ഓരോ സ്ഥാപനങ്ങൾക്ക് ഓരോ പേരുകളുണ്ടായിരുന്നു. പക്ഷേ ഡെൽറ്റ എന്ന് പറഞ്ഞൊരു പേരിലാണ്, പിന്നെ ഡെൽറ്റ എന്ന് പറഞ്ഞൊരു പേര് വന്നു. ആ ഒരു പേരാണ് പിന്നെ എല്ലാവരും അറിയപ്പെടുന്നത്. അങ്ങനെ മണി എന്നുള്ളത് ഡെൽറ്റ മണിയായി മാറുകയാണ്. ഇപ്പോൾ അങ്ങനെ 12ാമത്തെ വയസ്സിൽ നാട് വിട്ടു പോകുന്നു. ആദ്യം ചെയ്തു തുടങ്ങിയ പണികൾ എന്തൊക്കെയായിരുന്നു? നമ്മൾ പിന്നെ എന്താ പറയുക, ഈ ഹോട്ടലിൽ, റെസ്റ്റോറൻറ്റിൽ ഗ്ലാസ് കഴുകുക, അങ്ങനെ പാത്രം, അങ്ങനത്തെ അവിടുന്ന് തുടങ്ങിയാണ്. അവിടുന്നാണ് സ്റ്റാർട്ടിങ്. ഇനി എടുക്കാൻ ബാക്കിയൊന്നുമില്ല, ജോലികളൊന്നും. എല്ലാ പണിയും എടുത്തിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട്, അമ്മേനൊക്കെ ഒരുപാട് ഭയങ്കര ഇഷ്ടമായിരുന്നു മണിയേട്ടനെന്ന് എനിക്കറിയാം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടാണ് മണിയേട്ടൻ വളർന്നത്. തീർച്ചയായിട്ടും. അമ്മ എന്ന് പറയുമ്പോഴേ, ഇപ്പോൾ എന്താണ്, എല്ലാവർക്കും അമ്മ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ഏറ്റവും നമ്മളെ ലൈഫിൽ ഏറ്റവും എല്ലാവർക്കും വലുത് അമ്മ തന്നെയാണ്. അമ്മയും അച്ഛനുമാണ്. എനിക്കൊന്നും കൂടി അമ്മേനോട് കൂടുതൽ ഇഷ്ടമാണ്, അച്ഛനോടും അതുപോലെ തന്നെയാണ്. പക്ഷെ അച്ഛൻ ചെറുപ്പത്തിലേ മരണപ്പെട്ടതായിരുന്നു. അപ്പോൾ അമ്മ എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയത്. ഒത്തിരി കഷ്ടം. അതായത് നമ്മളെ നല്ല വീട്ടിൽ നിന്ന് വന്നൊരമ്മ ലാസ്റ്റ് ഒരുപാട് കാലം എനിക്ക് വേണ്ടിയിട്ട്, ഞങ്ങളെ മക്കൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയിട്ട് പറയാൻ പറ്റില്ല, ഞങ്ങളെ 5 മക്കൾക്ക് വേണ്ടിയിട്ട് പാടത്ത് പണിയെടുത്തിട്ട് ഞങ്ങളെ കഷ്ടപ്പെട്ട് അങ്ങനെ വളർത്തിയതാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും അമ്മ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു പാടത്തൊക്കെ പണിയെടുത്തിട്ടേ ഇങ്ങനെ കഷ്ടപ്പെട്ട്, അതായത് വൈകുന്നേരം വരെ പിന്നെ നെല്ലും കൊയ്ത് ആ നെല്ല് ഓണർമാരെ വീട്ടിൽ കൊണ്ടുപോയി ഇട്ട് കൊടുത്ത്, അവിടുന്ന് വന്ന് ആ നെല്ലിന്ന് കറ്റേന്ന് വീഴുന്ന നെല്ല് അടിച്ചു കൂട്ടി അത് എടുത്തിട്ട് വീട്ടിൽ കൊടുന്ന് ഇതാക്കി വെച്ച് ഒരു 2 മണിക്കൊക്കെയാണ് അമ്മ കിടക്കുക. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ആ നെല്ലും കല്ലും വേറെ മാറ്റി, എന്നിട്ട് രാവിലെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടായി തന്നു. അങ്ങനെയും കഷ്ടപ്പെട്ടൊരു അമ്മയാണ്. അപ്പം അമ്മ എന്ന് പറഞ്ഞാൽ ഏറ്റവും എൻ്റെ രാജകുമാരിയാണ്. ഞാനെപ്പോഴും എൻ്റെ അമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കും. എല്ലാ മക്കൾക്കും ചെയ്യുന്ന മാതിരി തന്നെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് കാലിലൊരു ഉമ്മ കൊടുക്കും, എന്നെ എടുത്തുകൊണ്ട് നടന്ന കാലിൽ. പിന്നെ എന്നെ ഇട്ട വയറിലൊരു ഉമ്മ കൊടുക്കും. പിന്നെ ഒരു ഗുഡ് നൈറ്റ് ഉമ്മയും കൊടുത്തിട്ടാണ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പം അമ്മ മരണപ്പെട്ടു, 1 വർഷമായിട്ടുള്ളൂ. അപ്പോൾ അത് മോനെ ഞാൻ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, അമ്മേനോടുള്ള സ്നേഹം. മണിയേട്ടൻ്റെ എല്ലാ ബിസിനസ്സുകളിലും ഇങ്ങനെ ഒരു ഇഷ്ടം കാണാറുണ്ട്. ഇപ്പോൾ ഹോട്ടൽ, ഇപ്പോൾ കർണാടകയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഒരുപാട് സ്ഥാപനങ്ങളായി. ഈ സ്ഥാപനങ്ങളും ഒക്കെ വളരുന്ന കൂട്ടത്തിൽ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഭയങ്കരമായിട്ട് ശ്രദ്ധ കൊടുക്കുന്നു, അതും വളരുന്നുണ്ട്. പക്ഷെ മണിയേട്ടൻ അത് എവിടെയും പറയുന്നില്ല. അല്ല, അതെന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊന്നും കിട്ടാതെ വന്നപ്പോഴേ, നമ്മളെ ലൈഫിൽ നമുക്കൊന്നും കിട്ടിയിട്ടില്ല, ജീവിതത്തിൽ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടിയത് എന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റിയില്ല, ഭക്ഷണം കിട്ടിയില്ല, വസ്ത്രം കിട്ടിയില്ല. ആ ഒരു കഷ്ടപ്പാടെന്ന് വന്നപ്പോൾ എനിക്ക് ദൈവം തന്നപ്പോൾ അത് മറ്റുള്ളവർ കൂടി പങ്കുവെക്കണം എന്നൊരാഗ്രഹം.
അപ്പോൾ ഞാൻ അന്ന് നമ്മളെ അമ്മയും അച്ഛനുമാണ് ഇതിൻ്റെ കാരണക്കാർ. അമ്മയും അച്ഛനും ചെറുപ്പത്തിലേ നമ്മളെ പഠിപ്പിച്ച ഒരു സംഭവമാണ്. അമ്മ ഒന്നുമില്ലാത്ത കാലത്ത് നമ്മളെ ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന ആളുകളെ, ഇപ്പോൾ റോട്ടിലിരിക്കുന്ന ആളുകളെ കൂട്ടിയിട്ട് വന്നിട്ട് അവർക്ക് കഞ്ഞിയാണെങ്കിൽ കഞ്ഞിവെള്ളം അമ്മയും അച്ഛനും കുടിച്ച് അതിൻ്റെ വറ്റൂറ്റിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളെ മക്കൾക്കും അവർക്കും കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അന്ന് മുതൽ അവർ പഠിപ്പിച്ച തന്നൊരു വഴിയാണ്. പക്ഷേ പിന്നെ എൻ്റെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു, ഞാൻ വളരുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ഇതിലെത്തുകയാണെങ്കിൽ, എത്തിയില്ലെങ്കിലും ഞാൻ ചെയ്യുമെന്ന് ഉറപ്പാണ്. എത്തുമ്പോൾ അതിനനുസരിച്ച് ഞാൻ ഒരുപാട് ആളുകൾക്ക് ഞാൻ കൊടുക്കാനൊരു മനസ്സായിരുന്നു എൻ്റെ. കാരണം എന്താ വെച്ചാൽ എനിക്ക് കിട്ടാത്തതുകൊണ്ട്. അതുപോലെ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ കുട്ടികളെ പഠിപ്പിക്കാനുള്ള കാരണം തന്നെ എനിക്ക് പഠിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നമുക്ക് പഠിക്കാൻ പറ്റിയില്ല. അപ്പം അത് മറ്റുള്ളവർക്ക് കൂടി, മറ്റുള്ള മക്കൾ ഒരാളും കഷ്ടപ്പെടരുതെന്നൊരാഗ്രഹം നല്ലോണ്ട്. കാരണം കഷ്ടപ്പാടിൻ്റെ വിലയും ഭക്ഷണത്തിൻ്റെ വിലയും വിദ്യാഭ്യാസത്തിൻ്റെ വിലയും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മണിയേട്ടനത് ഇതുവരെ പറയാറില്ല. ഇപ്പൊ ഏതൊക്കെ രീതിയിലാണ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ വ്യാപിച്ചിരിക്കുന്നത്? എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഒരുപാട് കണ്ണ് കാണാത്ത മക്കള് ഇപ്പൊ ബാംഗ്ലൂരിലായാലും എല്ലായിടത്തും ഉണ്ട് കണ്ണ് കാണാത്ത മക്കൾ. ഒരുപാട് കണ്ണ് കാണാത്ത മക്കൾ കുറേ വർഷങ്ങളായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം മാക്സിമം എന്ന് പറയാം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ചിലവാക്കുന്നത്. കണ്ണ് കാണാത്ത മക്കളുണ്ട്. പിന്നെ കുറേ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ വയനാട്ടിലായാലും ബാംഗ്ലൂരായാലും എല്ലാ ഇപ്പം അതിൽ ഇതൊന്നുമില്ല, ഭാഷയെ അല്ലെങ്കിൽ സ്റ്റേറ്റോ കാര്യങ്ങളൊന്നുമില്ല. മഹാരാഷ്ട്രയിൽ എല്ലായിടത്തും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സിവിൽ സർവീസ് പല ഇതിലും പഠിക്കുന്ന കുട്ടികളുണ്ട്, ഡിഗ്രിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവർ എന്നോട് ഇങ്ങനെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, എന്താണെന്ന് വെച്ചാൽ എനിക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ മക്കൾക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ചില കുട്ടികളൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല, കാണാറുമില്ല. ഞാൻ എന്താ വെച്ചാൽ ചില കുട്ടികളെ ഞാൻ കാണാത്ത എന്താണെന്ന് വെച്ചാൽ, അവർക്ക് തോന്നരുത് എന്താ വെച്ചാൽ ഞാൻ പഠിപ്പിക്കുന്നതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നേ. ഇപ്പോൾ മണിയേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ പഠിപ്പിക്കുകൊണ്ട് ഞങ്ങളെ അച്ഛനും അമ്മയ്ക്കും പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ മണിയേട്ടൻ്റെ പൈസയിൽ പഠിക്കണമെന്നൊരു തോന്നരുത് എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെ കാണാൻ ഞാൻ ഇതുവരെ നിന്നില്ല. കുറേ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ കുട്ടികളെ ഞാൻ നേരിട്ട് എപ്പോഴും കാണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നിടത്തോളം ഈ ഭൂമിയിൽ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക എന്നാണ്. അത് നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകില്ലല്ലോ. ഈ എന്താണ് നല്ലത് ചെയ്തത് മാത്രമല്ലേ കൊണ്ടുപോകുള്ളൂ. മണിയേട്ടൻ നാട് വിട്ടു പോകുന്നു, ഒരുപാട് ജോലികൾ ചെയ്യുന്നു. എപ്പോഴാണ് ബിസിനസ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് മണിയേട്ടൻ എത്തുന്നത്? ഈ നാട് വിട്ടു പോകുമ്പോൾ നമ്മളെ മനസ്സിലൊരു സംഭവമുണ്ട്. ഇപ്പോൾ എവിടെ ജോലി ചെയ്യുമ്പോഴും, റെസ്റ്റോറൻറ്റിൽ പണിയെടുക്കുമ്പോഴും, എന്ത് ജോലി ചെയ്യുമ്പോഴും നമ്മളെ മനസ്സിലൊരു സംഭവമുണ്ട്. എന്താ പറയുക, ഒരു സ്പാർക്ക്. അതായത് നമുക്ക് എന്താ പറയുക, ഒരു കച്ചവടക്കാരനാണ്. ആ കച്ചവടക്കാരനായി വന്നതിന് ശേഷം നമുക്ക് എന്താ പറയുക, എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ എപ്പോഴും ഒരു മനസ്സിൻ്റെ ഉള്ളിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് എന്നുള്ള ചിന്തകൾ എപ്പോഴും മനസ്സിൽ അന്ന് മുതലേ ഉണ്ട്, പണ്ട് മുതലേ ഉണ്ട്. അതിങ്ങനെ പല കാര്യങ്ങളായി, ഹോട്ടലിലായി, അവിടുന്ന് നമ്മൾ പിന്നെ കുരുമുളക്, ചെറുതായിട്ട് കുരുമുളകും ഏലം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് ബോംബെ, മദ്രാസ് അങ്ങനെ ഭാഗത്തേക്ക് നമ്മൾ കയറ്റും. ജാതിപത്രി അങ്ങനെ. അപ്പോൾ അവിടുന്നാണ് നമ്മളെ തുടക്കം ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട്. ആ തുടക്കം പിന്നീട് അത് വ്യാപിക്കുന്നു. ഒരുപാട് സ്ഥാപനങ്ങൾ മണിയേട്ടൻ്റെതായിട്ട് വരുന്നു. അതിനൊക്കെ പുറമെ മണിയേട്ടൻ കർണാടകയുടെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പ്രസിഡന്റ് വരെ ആവുന്നത് ആ ഒരു വളർച്ച. അല്ല, തീർച്ചയായിട്ടും അതൊരു നമ്മൾ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരു പ്രസിഡന്റ് ആകുക എന്ന് പറയുന്നത് മനുഷ്യാവകാശമാണല്ലോ. മനുഷ്യർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു പാർട്ടിയോ ഒരു ജാതിയോ മതമോ ഒന്നുമില്ല. എന്താണ് ചെയ്യാൻ പറ്റുക? നമ്മുടെ നാട്ടിൽ നിന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബാംഗ്ലൂരിലൊക്കെ വരുമ്പോൾ അവർ ഓരോ പ്രശ്നത്തിൽ പോകുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും വിളിക്കണമല്ലോ. അപ്പോൾ ഒരുപാട് സംഘടനകളുണ്ട്, ഞാൻ മാത്രമൊന്നുമല്ല. അപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു സംഭവം ചെയ്യാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ പ്രസിഡന്റ് സ്ഥാനം ഞാൻ ഏറ്റെടുത്തത്. അറിയാം. അപ്പോൾ ഒരു തൊട്ടെ ആരാണ് പ്രേക്ഷകർ പറയും? ആണോ? എവിടെ നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ, ഞാൻ നമുക്ക് ശരിയാക്കാം. യശ്വന്തപുരം അത് നോക്കാം കേട്ടോ. ഞാൻ അവിടുത്തെ ആൾക്കാരൊന്ന് വിളിച്ച് പറയാം. ടെൻഷൻ അടിക്കണ്ട, നമുക്ക് എന്തൊരു വഴി ഉണ്ടാക്കാം. കുഴപ്പമില്ല, ഞാൻ ശരിയാക്കാം, നമുക്ക് ശരിയാക്കാം. ഓക്കെ.
ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, യശ്വന്തപുരം അത്ര. ഇതുപോലുള്ള കോളുകളാണ് മണിയേട്ടൻ എപ്പോഴും അല്ലെ? അതെ, തീർച്ചയായും. ഞാനിപ്പോ ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് പോലും മണിയേട്ടൻ ആ ഒരു കോളിലേക്കാ പോകുന്നത്. ഇതാണ് നമ്മളെ ലൈഫ്. അപ്പൊ നമ്മളൊരിക്കലും പേടിക്കണ്ട, അത് നമ്മൾ ചെയ്യും. അപ്പോൾ എന്തൊരു സംഭവം വന്നാലും എല്ലാവരും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഞാൻ അവിടെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഇനിയിപ്പോ ഇപ്പൊ നിങ്ങളുമായിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞാൽ ഞാൻ ഉടനെ വിളിച്ച് അത് സെറ്റ് ചെയ്യും ഞാൻ. കാരണം അവരെന്നെ വിളിക്കാൻ തരാം, അവർക്ക് ഒരു ഉറപ്പുണ്ടല്ലോ അവരെ മനസ്സിൽ. ഞാൻ ഇടപെട്ട് കഴിഞ്ഞാൽ നടക്കുന്നില്ല ഒരു ഉറപ്പുണ്ടല്ലോ. അതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾക്ക് വില കൊടുക്കുക. നമ്മൾ ഒരുമിച്ചൊരു യാത്ര പോയിരുന്നല്ലോ. ആ യാത്രയിൽ മണിയേട്ടൻ പറഞ്ഞിട്ട് ഒരു ഓർമ്മ എൻ്റെ ഉള്ളിലുണ്ട്. വിശന്ന് വരുന്ന ആളുകൾക്ക് അവരുടെ അടുത്ത് പൈസ ഒന്നും നോക്കരുത്, എൻ്റെ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും അവർക്ക് ഭക്ഷണം കൊടുക്കണം. അങ്ങനെയൊക്കെ ഒരു തിയറിയൊക്കെ മണിയേട്ടൻ പറയാറുണ്ട്. അതുണ്ട്. അതെന്താന്ന് വെച്ചാല് വിശപ്പിന്റെ ഊക്ക് നമുക്കൊക്കെ അറിയാലോ. ഞാൻ വിശപ്പ് എന്താന്ന് ശരിക്കും അറിഞ്ഞ ആളാണ്. അതായത് ഞാൻ യാത്ര ചെയ്യുമ്പോൾ, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, പണ്ട് ഒന്നുമില്ലാത്തൊരു കാലത്ത്, അതായത് ഒരു ഭക്ഷണം, ഒരു പൊതി ചോറ് മേടിക്കാൻ കഴിവില്ലാത്ത സമയത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു പൊതി ചോറ് വാങ്ങിയിട്ട് എൻ്റെ കയ്യിലുള്ള പൈസ കൊണ്ട് ചോറ് വാങ്ങിയിട്ട് അതിൻ്റെ ഒരു പകുതി അവിടെ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഞാൻ അയാൾക്കും പകുതി കൊടുത്ത് പകുതി ഞാൻ കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് കാരണം തന്നെ, അതുകൊണ്ട് തന്നെ ഞാൻ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരിക്കലും ബാക്കിലേക്ക് പോകില്ല. അത് നല്ലോണം കൊടുക്കും. അതുപോലെ തന്നെ നമുക്ക് മടിവാളയിൽ, ബാംഗ്ലൂർ മടിവാളയിൽ നമുക്കൊരു ഹോട്ടലുണ്ട്. ഒരുപാട് ഹോട്ടലുണ്ടെങ്കിലും ലോഡ്ജുണ്ട്. അപ്പോൾ ഈ ലോഡ്ജിൽ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിലേക്കും നിമാൻസ് ഹോസ്പിറ്റലിലേക്കൊക്കെ വരുന്ന പാവപ്പെട്ട ആളുകളുണ്ട്. അതായത് പിന്നെ അവസ്ഥ കൊണ്ട് വന്ന് നിൽക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അതായത് റൂം, അവർക്ക് വേണമെങ്കിൽ ചിലവ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും. ഒരുപാട് റൂമിൽ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ ഒരിക്കലും അവർ ഫ്രീ ആയി നിൽക്കുക എന്നുള്ള ചിന്ത എനിക്കില്ല. കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാ പറ്റുകയെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ തീരെ കേൾക്കാത്ത കുറേ കാര്യങ്ങളാണ് ഇത്തരം മനുഷ്യത്വം, അതുപോലെ ഈ ബിസിനസ്സിലൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ മണിയേട്ടൻ ഇത്തരം ചിന്താഗതികൾ പലപ്പോഴും വിജയമായിട്ട് തോന്നിയിട്ടുണ്ടോ? 100%. അതായത് ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഇപ്പോൾ തലമുറ ശരിയായി വരുന്നുണ്ട്, അതല്ല ഞാൻ പറയണത്. നമ്മൾ ചെയ്യുന്ന, ഞാൻ ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ ആരെയും അറിയിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ സന്ദീപ് എന്നോട് പറഞ്ഞപ്പോഴും ഞാൻ ബാക്കിലേക്ക് നിൽക്കാൻ കാരണം ഞാനിങ്ങനെ. പക്ഷെ പിന്നെ കുറേ ആളുകൾ എന്നോട് പറയുന്നുണ്ട്, അതായത് കുറച്ചൊക്കെ നമ്മൾ അറിയിക്കണം, അപ്പോഴും നമ്മൾ മറ്റുള്ളവർക്കൊരു പ്രചോദനമാവുള്ളൂ. അങ്ങനെ ശരിയാവും. നമുക്ക് ഒരിക്കലും നമ്മൾ തലമുറകൾക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടാണല്ലോ നമ്മൾ. ഇപ്പം ഞാൻ എൻ്റെ അമ്മേൻ്റെ കാലിൽ ഉമ്മ കൊടുക്കണു, വയറിൽ ഉമ്മ കൊടുക്കണു, ഗുഡ് നൈറ്റ് മീൻ കൊടുക്കണ കണ്ടിട്ടാണ് എൻ്റെ മോൻ വളരുന്നത്. അവനത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യണം. നമ്മൾ എന്താണ് വിതച്ചത് അത് മാത്രമാണല്ലോ നമ്മൾ പോയി. ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ ബിസിനസ് ഉള്ളത്? ഇപ്പം നമുക്ക് റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ അതുപോലെ സിനിമേൻ്റെ ഒരു പിന്നെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് പോണേ കുറേ സിനിമയിലേക്ക്. അങ്ങനെ പിന്നെ ഹോട്ടൽ, ലോഡ്ജ്, അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് റിയൽ എസ്റ്റേറ്റ് ഫീൽഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് ബിസിനസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ബാംഗ്ലൂർ തന്നെ ആയിട്ട് ഒരുപാട് ഫാമും കാര്യങ്ങളായിട്ട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഒരുപാട് ജീവിതം പഠിച്ചതിന് ശേഷമാണ് മണിയേട്ടൻ ശരിക്കും ബിസിനസ്സിലേക്ക് ഇങ്ങ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ബിസിനസ്സിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് തോന്നിയിട്ടുള്ളത്? ബിസിനസ്സിൽ ഇപ്പം എനിക്ക് ഏകദേശം ഒരു 400-500 ആൾക്കാർ സ്റ്റാഫ് ഓൾറെഡി ഇപ്പം നമ്മളെ കൂടെ ആളുകൾ ഒരുപാട്. അത്രയും കുടുംബത്തിന് നമുക്ക് നോക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും കുടുംബത്തിന് നമ്മൾ സാലറി കൊടുക്കുമ്പോൾ അത്രയും കുടുംബത്തിനെ നമുക്ക് നോക്കാൻ പറ്റുകയെന്ന് തന്നെ വിചാരിക്കും. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ 1000 കുടുംബം, 1000 സ്റ്റാഫ്, അതായത് ഒരു 1000 സ്റ്റാഫ് എന്ന് പറയുമ്പോൾ 1000 ഫാമിലി നമ്മളെ ഒരു മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുമല്ലോ എന്നുള്ളൊരു തോന്നലാണ്. പിന്നെ ബിസിനസ്സിലേക്ക് വരുമ്പോൾ എന്താ വെച്ചാൽ, നമ്മൾ കച്ചവടം മാത്രമായിട്ട് ചിന്തിക്കരുത്. നമ്മളെ കൂടുതൽ ആൾക്കാർ, നമ്മളെ ഒപ്പമുള്ള ആളുകളെ നമ്മളെപ്പോഴും കച്ചവടത്തിൻ്റെ രീതിയിൽ ഒരു സ്റ്റാഫായിട്ടോ അല്ലെങ്കിൽ ഓല് ഭയങ്കര എന്താ പറയുക, നമ്മൾ വേറെ എന്നില്ല, അവരെ നമ്മൾ എത്രത്തോളം കൂട്ടിപ്പിടിക്കുന്നു അത്രത്തോളം നമ്മളെ കമ്പനി നന്നായിട്ട് വളർന്നു വരും.
അതായത് ഇപ്പോൾ ഒരാൾ ഒരു മീൻസ് ഒരു സ്റ്റാഫിനെ അങ്ങനെ പറയാം. അപ്പോൾ ആ സ്റ്റാഫിന് നമ്മളെപ്പോഴും അവർ വേറൊരു എന്താ പറയുക, വേറൊരു ഇത് ആൾ എൻ്റെ സ്റ്റാഫാണ്, അയാളെ പിന്നെ അയാളോട് അങ്ങനെ നിൽക്കട്ടെ ഇങ്ങനെ നിൽക്കട്ടെ, അങ്ങനെയല്ല. അവരെ നമ്മൾ കൂട്ടിപ്പിടിക്കണം. നമ്മൾ അവരെ കൂട്ടിപ്പിടിക്കുമ്പോൾ നമുക്ക് അതിൽ ഒരു ഗുണം. അപ്പോൾ അവർക്ക് തോന്നും ഇതൊരു എന്താ പറയുക, നമ്മളെ വീട്ടിലെ ഒരു കമ്പനി, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ കമ്പനി, അങ്ങനെ രീതിയിൽ അവർ നമ്മളോട് ബിഹേവ് ചെയ്യും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ അവർക്ക് തോന്നും ഇത് ഞാൻ ഇവിടെ സാലറി വാങ്ങുന്നു ഞാൻ പോകണം, അയാളെന്തായി ഏതായി അത് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പോവാതിരിക്കണമെങ്കിൽ നമ്മളവിടെ കൂട്ടിപ്പിടിക്കണം. കുറേ കാര്യങ്ങൾ ബിസിനസ്സിൽ നോക്കാണ്ട്. കാരണം പിന്നെ നമ്മൾ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ കച്ചവടത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ എല്ലായിടത്തും എത്തും, എല്ലാ സ്ഥാപനങ്ങളിലും ഞാൻ എത്തും, എല്ലാവരോടും സംസാരിക്കും. പിന്നെ ഞാൻ പിന്നെ ഒരാൾ ഞാനിങ്ങനെ പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറയുന്നതാണ്, നമ്മൾ ഈ കുട്ടികൾ സാറേ എന്നൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പറയും സാറേ എന്നൊന്നും വിളിക്കേണ്ട മക്കളെ, മണിയേട്ടാന്ന് വിളിച്ചാൽ മതി. സാറേന്ന് വിളിക്കുമ്പോൾ ഒരു അകൽച്ചുണ്ട്, മണിയേട്ടാന്ന് വിളിക്കുമ്പോൾ ഒരു കൂട്ടിപ്പിടുത്തുണ്ട്. അത് മണിയേട്ടൻ എല്ലാവരോടും അങ്ങനെയാണ്. അത് കാണുന്ന സമയത്ത് നേരെ ഹഗ് ചെയ്തിട്ടാണ് മണിയേട്ടൻ സംസാരിച്ചു തുടങ്ങുന്നത്. അല്ലാത്തൊരു പോസിറ്റീവാണ്. ഞാൻ മണിയേട്ടന് പരിചയപ്പെടുന്നത് എൻ്റെ അമ്മാവൻ സൂര്യമാമ പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ പറഞ്ഞ് ഞാൻ ആദ്യം മണിയേട്ടനെ കാണുമ്പോൾ തന്നെ അത്രയും ഇതായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ഇത്ര വലിയൊരു ബിസിനസ്സുകാരനായിട്ടുള്ള ഒരാൾ ഇത്ര സിമ്പിളായിട്ട് ഇതാവുന്നു. പക്ഷെ പെരിന്തൽമണ്ണ മണിയേട്ടൻ്റെ ഒരു ഹോട്ടലിൽ ഞാൻ കേട്ടു, ഞാൻ അന്ന് ഗ്രീൻ ടേബിളിലെ സ്റ്റാഫുകളോട് പറഞ്ഞത് ബിസിനസ് അല്ല, ആളുകളോടുള്ള പെരുമാറ്റം 100% തീർച്ചയായിട്ടും. കാരണം നമ്മൾ തുടങ്ങേണ്ടത് ബിസിനസ്സിൽ, ഒരു ബിസിനസ്സിൽ ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഞാൻ ഇവരോട് പറയുന്ന ഒരു കാര്യം, അതായത് നമ്മളെ പിന്നെ എന്താ പറയുക, നമ്മളെ സ്റ്റാഫ് എല്ലാവരോടും നമ്മളെ കുട്ടികളോട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഗേറ്റിൽ നിന്ന് തുടങ്ങണം. ഗേറ്റിൽ നമ്മളെ എന്താ പറയുക, സെക്യൂരിറ്റി മുതൽ, അതായത് സെക്യൂരിറ്റിയായി നിൽക്കുന്ന ഗേറ്റിൽ നിൽക്കുന്ന ആൾ മുതൽ തുടങ്ങണം ചിരിക്കാൻ. വരുന്ന ആളുകൾ ചേട്ടാ സുഖമാണോ, അങ്ങനെ ഇവിടെ നിർത്താം, അല്ലെങ്കിൽ ഇപ്പോൾ വണ്ടി ഇവിടെ സൈഡാക്കട്ടെ, അതിനെന്താ, അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്ത് നിർത്താം, അല്ലെങ്കിൽ നിർത്തണമെങ്കിൽ ആയിക്കോട്ടെ ഞങ്ങൾ ചാവി വന്നോളൂ, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, ചിരിച്ചിട്ട് അവരോട് പെരുമാറുമ്പോൾ. ഇനിയിപ്പോൾ നമ്മളൊരു ഭക്ഷണം കൊടുക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഒരു ഫുഡ് കൊടുക്കണം, ആ സമയത്ത് നമ്മൾ ഒരു ഫുഡ് വരാൻ ലേറ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊക്കെ കുറേ ഞാനായാലും ചിലപ്പോൾ നമുക്ക് എന്താ വരാത്തതിൽ ഒരു ചോദ്യം ഉണ്ടാവും. ആ സമയത്ത് നമ്മളൊരു സ്റ്റാഫ് ചെന്നിട്ട് സാറേ അത് ചെറിയൊരു പിന്നെ സമയമുണ്ടേ, ഒന്നും വിചാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ചെറിയ ടൈം കേട്ടോ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമ്മൾ അവരോട് പെരുമാറുന്ന മാതിരിയാണ്. അവരപ്പോൾ മണിയേട്ടൻ്റെ ഹോട്ടലിലെ സ്റ്റാഫ് അത് മാത്രമൊന്നല്ല ചോദിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഫാമിലി ആയിട്ട് പോയ സമയത്ത് എൻ്റെ മോളോട് പിന്നെ ക്ലാസ് എന്താണ് എങ്ങനെയാണ്, എൻ്റെ ചോദിച്ച ആളുടെ മകളും ഇതിലാണ് പഠിക്കുന്നത്, നന്നായി പഠിക്കണം കേട്ടോ എന്നൊക്കെ അവിടുത്തെ ജീവനക്കാരെ തന്നെ സംസാരിക്കും. അതാണ് അത് നമ്മളൊരു സ്റ്റൈലാണ്. ഞാൻ എപ്പോഴും പറയും, ഒരു ഗസ്റ്റ് അവരാണ് നമ്മൾക്ക് കിങ്. ഒരു ഗസ്റ്റ് ഇല്ലെങ്കിൽ, കസ്റ്റമർ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മൾ ഒരിക്കലും ഇല്ലല്ലോ. ഇപ്പം മണി എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ, സ്ഥാപനങ്ങൾ വളരണമെങ്കിൽ നമുക്കൊരു ഗസ്റ്റ് വരണം. ആ ഗസ്റ്റിന് നമ്മളെപ്പോഴും രാജാവായിട്ട് തന്നെ കാണണം. അവരെ എപ്പോഴും നല്ല ഭംഗിയോടുകൂടി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അവരെ ഭക്ഷണം ആയാലും ഇപ്പം നമ്മളിപ്പോൾ അവരോട് പെരുമാറുന്ന രീതികളാണ്, നമ്മളെപ്പോഴാണ് അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ആ പെരുമാറുന്ന അതിലിരിക്കും നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. അത് ഇപ്പം ഇനി കുറച്ച് നേരം വൈകിയാലും അവർക്ക് വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ച് അവർക്ക് നമ്മൾ കുറച്ച് വൈകിയാലും അവർ പറയും എന്താ, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഇരുന്നോളാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ അവരോട് ചിരിച്ചിട്ട് സാറേ കുറച്ച് നേരം കേട്ടോ, നമുക്ക് അതിലൊന്നും വരാൻ പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ച് അതിലൊന്നും വരാൻ പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ച് അതിന് ഏറ്റവും നല്ലതാണത്. അത് പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്. അതായത് ഇപ്പോഴത്തെ തലമുറയോട് എല്ലാ കുട്ടികളും നല്ല അടിപൊളിയാണ് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികളെ നമ്മളൊരിക്കലും അങ്ങനെ താഴ്ത്തി പറയില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പം നമ്മളൊരു ജ്യേഷ്ഠൻ എന്നുള്ള രീതിയിൽ ഇപ്പോഴത്തെ മക്കളോട്, അതായത് ഇപ്പോഴത്തെ മക്കൾ അടിപൊളിയാണ്, നമ്മളിപ്പോഴത്തെ മക്കളെ നമ്മളൊരിക്കലും കുറ്റം പറയില്ല. അവരോട് പറയാനൊരു കാര്യത്രേ ഉള്ളൂ, വരുന്ന ആളുകളോട്. ഇപ്പം നമ്മളെ വീട്ടിലായാലും, ഇപ്പം എൻ്റെ മോനോട് പറയേണ്ട കാര്യമാണ്, എടാ നമ്മളെ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മുകളിൽ പോയിരിക്കരുത്, നമ്മൾ താഴത്തേക്ക് ഇറങ്ങി വന്ന് അവരോട് സംസാരിക്കണം. അത് ഒരു മര്യാദയാണ്. ആ മര്യാദ നമ്മൾ കൊടുത്താലേ തിരിച്ചു കിട്ടുള്ളൂ. ഇപ്പോൾ ഒട്ടും ഈസി അല്ല
കേരളീയനായിട്ടുള്ള മണിയേട്ടന് കർണാടകയിലെത്തി അവിടുത്തെ ഒരു ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒക്കെ പ്രസിഡന്റ് ആവുക എന്ന് പറയുന്ന ആ ഒരു വളർച്ച ഒട്ടും ഈസിയല്ല. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഈ ഒരു കാലത്തിനിടയ്ക്ക്? ഫസ്റ്റ് ഞാൻ പറയുന്നത് വെച്ചാൽ ജനങ്ങൾ തന്നൊരു അംഗീകാരമാണ്. കർണാടക സ്റ്റേറ്റിലെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ ഇതിലും ഞാൻ പറയുന്നൊരു കാര്യമാണ്. നന്നെ ಹುಟ್ಟಿದ ತಾಯಿ കേരള ಅಂದರೆ ನನ್ನ ಸಾಕಿದ ತಾಯಿ കർണാടക. എന്നെ ജനിപ്പിച്ച് അമ്മ കേരള ആണെങ്കിൽ എന്നെ വളർത്തിയ അമ്മ എൻ്റെ കർണാടക എന്നുള്ളൊരു സ്ഥലമില്ലെങ്കിൽ, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് നാടിൽ ഇതില്ലെങ്കിൽ മണി എന്നൊരു വ്യക്തിനെ ഇല്ല, മണി എന്ന് പറഞ്ഞൊരു വ്യക്തിയില്ല. കാരണം അത് അവർ തന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. ആ അംഗീകാരത്തിനോട് എപ്പോഴും ഞാൻ കർണാടക മണ്ണിനോട് ഞാൻ എപ്പോഴും എന്താ പറയുക, എപ്പോഴും ഞാൻ ഒരു എന്താ പറയുക, അത്രയും എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നാണ് ഞാൻ അവരോടൊക്കെ നന്ദി പറയാറ്. കാരണം കർണാടക എന്നുള്ളൊരു ഇല്ലെങ്കിൽ ഞാനില്ല. പിന്നെ നമ്മൾ ഇപ്പോൾ കർണാടക സ്റ്റേറ്റിൽ നമ്മൾ ചെന്നു, അവിടുന്ന് വളരുമ്പോൾ നമുക്ക് കിട്ടേണ്ട എല്ലാ അംഗീകാരങ്ങളും അവർ തന്നു. ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിലൊക്കെ വരുമ്പോൾ വരാനുള്ള കാരണം എന്താ വെച്ചാൽ നിൻ്റെ ഈ പ്രവർത്തനമാണ് നമ്മളെ ഒരുപാട് ഭാവങ്ങൾ നോക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം മണിയേട്ടന് എല്ലാ മലയാളികളായാലും പറയും മണിയേട്ടൻ നല്ല ഇതിൽ വരണം, കാരണം മണിയേട്ടൻ വരണം. കാരണം എന്ത് കാര്യത്തിൽ രാത്രി 12 മണിക്ക് 1 മണിക്ക് 2 മണിക്ക് 3 മണിക്ക് എപ്പോൾ വിളിച്ചാൽ എനി ടൈം വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ അറ്റൻഡ് ചെയ്യും. ഒരുപാട് കുട്ടികളെ ഇപ്പം നമ്മളെ ബാംഗ്ലൂരിലൊക്കെ ഒരുപാട് കുട്ടികൾ ആക്സിഡൻ്റായി മരണപ്പെടുന്നു. ആ മരണപ്പെടുന്ന കുട്ടികളെ അവരെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എനി ടൈമിനെ വിളിച്ചോളൂ, ഞാൻ ഫോൺ എടുക്കും. ഇല്ലെങ്കിൽ ഞാൻ തിരിച്ച് വിളിക്കും. ഞാൻ ഒരിക്കലും ഫോൺ സൈലൻറ്റ് ചെയ്യില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ എന്നെ വിളിക്കുന്നത് എന്നെ കൊണ്ടൊരു ഉപകാരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. ആളുകൾക്ക് എന്നെ കൊണ്ടൊരു ഉപകാരം കിട്ടുന്നത്. ഞാനിത് ഫോണോ സൈലൻറ്റ് ചെയ്യുക അതൊക്കെ ചെയ്ത വളരെ മോശമല്ലേ. അങ്ങനത്തെ ഒരു കാര്യം കൊണ്ട് ജനങ്ങളെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് ഇതിലേക്ക് വന്നത് അത്രേ ഉള്ളൂ. ഇപ്പോൾ മണിയേട്ടന് ഇപ്പോൾ ഒരു പ്രചോദനമാവുക എന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തു വന്നിട്ടുണ്ട്. ബിസിനസ്സിൽ അങ്ങനെ ഒരു പ്രതിസന്ധി വന്നിട്ടുണ്ടോ? അതിന് മറികടക്കാം ഈ ബിസിനസ്സൊക്കെ തുടങ്ങിയതിന് ശേഷം ഞാൻ പറഞ്ഞു. അത് നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. ഇപ്പം നമ്മളൊക്കെ ഹോട്ടലൊക്കെ തുടങ്ങിയിട്ട് കുറേ പ്രാവശ്യം പൊട്ടി ഒന്നും അല്ലാതെ ആയ ഒരു സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മണിയേട്ടാ, എന്താണ് ഈ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഡെൽറ്റ ഒലിതു മാಡು ಮನುಷ್ಯ ನೀ ಇರುದು 3 ದಿವಸ ಉಸಿರು ನಿಂದ ಮ್ಯಾಗೆ ನಿನ್ನ ಹೆಸರು ಹೇಳುದಾರ ಹೆಣ ಹಣ್ಣುದಾರ മണ്ണ് തൂളുതാര സെട്ടക്കെട്ടുതാര നിന്നെ സുട്ട് ആക്കുതാര എന്ന് പറഞ്ഞാൽ